ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇപ്പോൾ ചർച്ചയിലിരിക്കുന്ന ഒരു പുതിയ വിഷയമാണ് നിതിൻ രാജ് എന്ന BDS വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ കേരളീയ സമൂഹം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. ഉത്ബുദ്ധ കേരളമെന്ന് പറയുന്ന, അതേ, സാക്ഷരത കൊണ്ട് 100% പേരുകേട്ട കേരളത്തിൽ ഇപ്പോഴും പ്രിയപ്പെട്ടവരെ ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പണമില്ലായ്മയുടെയും അതേ സമ്പാദ്യത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യരെ വേർതിരിച്ചു കാണുന്ന ആളുകൾ ഉത്ബുദ്ധ കേരളത്തിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏറെ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന ചിന്തയിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിതിൻ രാജ് ഇനി അതുപോലെയുള്ള കുട്ടികൾ ഇവിടെ ആവർത്തിക്കാതിരിക്കണം. അതിന് കാരണക്കാരായി മാറിയ അധ്യാപകരുടെ ഈ സ്വഭാവവും ശൈലിയും ഇവിടെ ആവർത്തിക്കാതിരിക്കണം. ഇസ്ലാം എന്ന് പറയുന്ന സാഹോദര്യത്തിൻ്റെ, അതേ, മനുഷ്യത്വത്തിൻ്റെ മതം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന, ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന, ജാഹിലിയത്ത് എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായി അള്ളാഹു നിശ്ചയിച്ചയക്കുന്നത്. അവിടെ കറുകറുത്തവരും നീഗ്രോ വംശജരും വെളുവെളുത്തവരും സമ്പത്തുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കറുകറുത്തവരെയും വെളുവെളുത്തവരെയും ഒക്കെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച് നമസ്കാരത്തിൻ്റെ സൊഫിൽ കാലുകൾ ചേർത്തു വെച്ച് ചുമലുകൾ തട്ടി നിന്ന്, അതല്ലാത്ത സമയങ്ങളിലും ഒരുമിച്ചു ചേർന്നിരുന്ന് അങ്ങനെ സൗഹാർദ്ദത്തിൻ്റെ മാനവികതയുടെ മുഖം കാണിച്ചു കൊടുത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൻ്റെ കൂടെ ചർച്ചയാവേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താം. ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറം മിൻഹും. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയാണ്, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ നിങ്ങൾ കളിയാക്കരുത്, പരിഹസിക്കരുത്, അതേ, കളിയാക്കാൻ പാടില്ല. കാരണം അവർ പല വിഷയത്തിലും നിങ്ങളെക്കാൾ ഖൈറുള്ളവരായിരിക്കാം. ചില വിഷയത്തിൽ പോരായ്മയുണ്ടെങ്കിൽ മറ്റു ചില വിഷയത്തിൽ അവർ നിങ്ങളെക്കാൾ ഉത്തമന്മാരായിരിക്കാം, ഖൈറുള്ളവരായിരിക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറം മിൻഹുന്ന. നോക്കൂ, സ്ത്രീകളോട് പ്രത്യേകം പറയുകയാണ്, സ്ത്രീകളെ, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പരിഹസിക്കരുത്. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറയുകയാണ്, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. നിങ്ങൾ മറ്റുള്ളവരെ ചീത്തപ്പേര് വിളിക്കരുത്. ഇരട്ടപ്പേര് വിളിക്കുന്ന സമ്പ്രദായമുണ്ട്. ചീത്തപ്പേര് നിങ്ങൾ വിളിക്കരുത്. ഇതൊക്കെ വിശ്വാസം കിട്ടിയതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ എത്ര മോശമാണ് ഈ പേര് വിളിയൊക്കെ എന്ന് ഖുർആൻ പ്രത്യേകിച്ച് മനുഷ്യരെ ഉത്ബുദ്ധരാക്കുകയാണ്. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ, ഇത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ലെങ്കിൽ അവരാണ് അക്രമകാരികളെന്ന് പരിശുദ്ധ ഖുർആൻ ആശങ്കക്കിടമില്ലാതെ പ്രഖ്യാപിക്കുകയാണ്. അതേ സൂറത്തിൽ തന്നെ 13-ാമത്തെ ആയത്തെത്തുമ്പോൾ അല്ലാഹു പറഞ്ഞു, മനുഷ്യരെ, നിങ്ങളെ ഒരൊറ്റ ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. നിങ്ങളെ ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി യത്ഖാകും. നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുള്ളത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവർ, ഭക്തിയുള്ളവർ, സൂക്ഷ്മതയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ, ദൈവത്തിൻ്റെ അടുക്കൽ VVIPകളായി മാറുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നമ്മുടെ രാജ്യം മുമ്പുണ്ടായിരുന്നൊരവസ്ഥ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അയിത്തവും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും, അടുത്തു വരാൻ പറ്റാത്തത്, അതേ, താഴ്ന്ന ജാതി, കീഴ്ജാതി, മേൽജാതി, സവർണർ, ഈ അർത്ഥത്തിൽ ഇന്നും അതിൻ്റെ ശേഷിപ്പുകൾ, അതും BDS പോലെയുള്ള, അത് ഒരു പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികളുള്ള കോളേജിൻ്റെ ക്ലാസ് റൂമിൽ വരെ അധ്യാപകരും അത് അല്ലാത്തവർക്കും ഇടയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മെ ലജ്ജിപ്പിക്കുന്നതാണ്, നാണിപ്പിക്കുന്നതാണ്. എന്നാൽ കേരള സമൂഹം വളരെ ഗൗരവമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഈ സമ്പ്രദായങ്ങൾക്കെതിരെ എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്ന് ഗൗരവപൂർവ്വം ആലോചിക്കണം. ഇവിടെ മനുഷ്യരെ ഒറ്റക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഒരേ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. കറുത്തവരും വെളുത്തവരും, ഹൈറ്റ് കുറഞ്ഞവരും കൂടിയവരും, വിജ്ഞാനത്തിൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്നവരും, ജോലിയിൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്നവരും, അതേ സാധാരണ ജോലിക്കാരും ഒക്കെയുണ്ട്. ചിന്തിക്കുക, ആലോചിക്കുക. നമ്മുടെ ചിന്ത മനുഷ്യത്വത്തിലേക്ക് മടങ്ങുക.
ഇവിടെ ഇസ്ലാമിക ഈ പാഠം നിങ്ങളുടെ ആലോചനയ്ക്ക് ഇട്ടു തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. അല്ലാഹു തആല ചിന്തിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.